യാത്രയുടെ നാലാമത്തെ ദിവസമാണ്. നാലാമത്തെ ദിവസം നമ്മൾ സ്റ്റേ ചെയ്തത് ഹിൻടണിലാണ്. ഹിൻടണിൽ നമ്മൾ സ്റ്റേ ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ജാസ്പറിലേക്കാണ്. നമ്മൾ ഇന്ന് ജാസ്പറിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമ്മൾ സ്റ്റേ ചെയ്യാൻ ചീപ്പറായ സ്ഥലം കൂടുതലും ഹിൻടൺ ആയതുകൊണ്ട് നമ്മൾ ഹിൻടണിൽ റൂം എടുത്ത് അങ്ങോട്ടായിരുന്നു സ്റ്റേ ചെയ്തത്. നമ്മളിപ്പോ സൈറ്റ് സീയിങ്ങിന് വീണ്ടും തിരിച്ച് ജാസ്പറിലേക്ക് നമ്മൾ പോകാം. അപ്പൊ ജാസ്പറിൽ നമുക്ക് ഒരു 3-4 സ്പോട്ട് ഉണ്ട്. നമുക്ക് എത്ര കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ രാവിലെ നമുക്ക് ഇനി കാണാനുള്ളത് ഒരു കെനോയി ഒരു പാസ് ഉണ്ട്. അപ്പൊ നമുക്കത് നടക്കാൻ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ നമ്മൾ നടന്നാൽ മാത്രമേ ആ ഒരു സ്ഥലത്ത് എത്തുള്ളൂ. അപ്പൊ നമുക്ക് അത് ഇന്ന് കവർ ചെയ്യണം. പിന്നെ നമ്മുടെ ജാസ്പർ സിറ്റി ഒന്ന് കവർ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഒരു പ്ലാനിലുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം എന്താവുന്ന. അപ്പൊ എന്തായാലും എല്ലാവർക്കും 4ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്കിനി ജാസ്പർ എത്തിയിട്ട് കാണാം. അതുപോലെ നമ്മുടെ 1ാമത്തെ ദിവസം മുതൽ 4ാമത്തെ ദിവസം വരെയുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റിൽ പറയാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും ജാസ്പറിലേക്ക് പോകാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ജാസ്പർ ലേക്ക്. ജാസ്പർ ലേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങി കണ്ട് അങ്ങനെ പോകാൻ പറ്റും. നമ്മളിപ്പോ എന്തായാലും അവിടെ ഇറങ്ങുന്നില്ല. നമ്മളിങ്ങനെ ഡയറക്റ്റ് കനോയി ഒരു പാസ് ഉണ്ട്. ആ ഒരു പാസിലേക്ക് പോവാം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മലിക് ക്യാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അതിന്റെ കൃത്യം പ്രൊനൗൺസിയേഷൻ അതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും താഴെ എഴുതി കാണിച്ചു തരാം അതിന്റെ ഇതൊന്നും. പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഡയറക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് തരാം. പിന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റനറി ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മളിപ്പോ ഹിൻടണിന്ന് വന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരു സാധനം കണ്ട. അപ്പൊ ഞാൻ പിന്നെ ഒന്ന് നിർത്തി അത് കവർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ ഈ കാണുന്നതെല്ലാം ജാസ്പർ ലേക്കിന്റെ ഭാഗമാണ്. നമുക്ക് ഈ കാണുന്നത് അങ്ങ് അവിടം വരെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതേപോലെ ലേക്സ് ഉണ്ട്. ഇതെല്ലാം ജാസ്പർ ലേക്കിന്റെ ഭാഗമാണ്. നമുക്കിത് കണക്റ്റഡ് അല്ല, ചില സ്ഥലത്ത് കണക്റ്റഡ് ആണ്, മൊത്തത്തിൽ കണക്റ്റഡ് അല്ല. പക്ഷെ ഇതിന്റെ വ്യൂ ഒക്കെ വരുന്ന ഇങ്ങനെ ഒരു സെറ്റപ്പാണ്. മൊത്തത്തിൽ ഈ ഒരു പ്രദേശം നമ്മളിപ്പോൾ ആൽബർട്ട അല്ലെങ്കിൽ എന്താ പറയാ ബാൻഫ് ആ റീജിയന്, പിന്നെ നമുക്ക് ഇങ്ങോട്ട് ജാസ്പർ, ഹിൻടൺ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേനും മൊത്തത്തിൽ ഇങ്ങനെ മലകളും പിന്നെ മരങ്ങള് പിന്നെ ഇതുപോലെ ലേക്സ്, ഇതാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇതുപോലെ ഇങ്ങനെ നടന്ന് കാണാൻ പറ്റും. ഇതിലെ ഇറങ്ങാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് താഴോട്ട് ഇതിലെ ഇറങ്ങാനുള്ള ആക്സസ് ഉണ്ട്. ഇപ്പൊ അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്ന നമുക്ക് കാണാൻ പറ്റും. ചെളിയുണ്ട്, പക്ഷെ വലിയ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഡേഞ്ചറസ് സ്ഥലമൊന്നുമല്ല. പിന്നെ ഗാർഡ്സോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് നമ്മൾ എന്തായാലും ചെയ്യണം. അല്ലാണ്ട് ഇതിലേക്ക് നമുക്ക് നടക്കാം, കുഴപ്പമൊന്നുമില്ല. സേഫാണ്, യാത്ര ചെയ്യാൻ സേഫാണ്. പെട്രോൾ പമ്പ്സ് നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ലേക്ക് ലൂയിസിൽ നിന്ന് നമ്മൾ ജാസ്പർ അങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു 140-150 കിലോമീറ്റേഴ്സ് നമുക്ക് റേഞ്ച് ഉണ്ടാവില്ല. അതുപോലെ പെട്രോൾ പമ്പ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിൽ വെച്ചോണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി. അതുപോലെ അവിടെ സൈൻ ബോർഡ്സുകളുണ്ട്. എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കഴിച്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്തിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഇടയ്ക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും കോസ്കോ ഒക്കെ, നമ്മളിപ്പോൾ കാൽഗറിയിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് കോസ്കോ ഉണ്ട്. അല്ലെ എഡ്മണ്ടണിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ അവിടെയാണെങ്കിലും കോസ്കോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടുന്ന് മാക്സിമം സാധനങ്ങളെല്ലാം വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ പോരുക. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ സ്റ്റോപ്പ് ഓവർ ചെയ്യുക. ഇതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് നടന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഒന്ന് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റും. ഇതാണ് നമ്മളെടുത്ത വണ്ടി. അടിപൊളി വണ്ടിയാണ്, നല്ല സുഖമാണ് ഓടിക്കാൻ. നല്ല സുഖം എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ്. ഹൈലാൻഡറാണ് നമ്മളെടുത്തത്. ഹൈലാൻഡർ കിടുക്കൻ വണ്ടിയാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാം, കിടുക്കൻ വണ്ടിയാണ്. നല്ല സുഖമാണ് ഓടിക്കാൻ. ഞാൻ കുറേ ഓടിച്ചു, അത്യാവശ്യം നന്നായിട്ട് ഓടിച്ചു. എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ പണ്ടത്തെ ഒരു ഇന്നോവ ഓടിക്കത്തില്ലേ, നമ്മുടെ ഒരു
2012 കഴിഞ്ഞിട്ടുള്ള ആ ഒരു മാനുവൽ ഇന്നോവ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആ ഒരു സുഖത്തിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ബൈക്കേഴ്സ് ഉണ്ട്. ഇവിടെ ബൈക്കേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഹിൻടൺ, ജാസ്പർ ഏരിയയിലൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേര് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന കാണാം, ബൈക്കേഴ്സ്. അവർക്കും സേഫാണ്. നമുക്ക് വാഷ്റൂംസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ വാഷ്റൂംസ് ഉണ്ട്. വീൽ ചെയർ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് മോസ്റ്റ്ലി. അപ്പോൾ അവിടെയാണെങ്കിലും നമുക്ക് അങ്ങനെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും. വാഷ്റൂംസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കടകൾ കുറച്ച് കുറവാണ്. കടകൾ കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജാസ്പറിലുണ്ട്, ഹിൻടണിലുണ്ട്. അതല്ലാണ്ട് ഇടയ്ക്കൊന്നും നമുക്ക് ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്യാസ് അടിക്കാനാണെങ്കിലും മാക്സിമം ഫുള്ള് ഹാഫ് ടാങ്കിൻ്റെ മേളിൽ എപ്പോഴും അടിച്ചു വെക്കുക. ഇതൊക്കെ നമ്മൾ ബേസിക്കാണ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കിയാൽ മതി. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇതുപോലെ ഒരു ടൊയോട്ടൻ്റെ സാധനമൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളങ്ങനെ ടെൻഷൻ ആവുമെന്ന് വേണ്ട. ഓൾമോസ്റ്റ് ഒരു 8 ലിറ്റർ പെർ 100 ആ ഒരു റേഞ്ചിലൊക്കെ എനിക്ക് കിട്ടി. 8-10 അതിനുള്ളിൽ എനിക്ക് മൈലേജ് കിട്ടിയായിരുന്നു. എന്തായാലും നമുക്ക് ഇനി അടുത്തത് നമ്മുടെ അടുത്ത സ്പേസിലേക്ക് നമുക്ക് പോവാം. നമ്മൾ മലഗ്നി കിണറിൽ വന്നതാണ്. കിണറിൽ വന്നപ്പോഴത്തേനും പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, മൊത്തം മറ്റേ ഫോറസ്റ്റ് ഫയറിൻ്റെ സമയത്ത് ഇത് മൊത്തം കത്തിപ്പോയിട്ട് ഇപ്പം അത് മൊത്തത്തിലങ്ങ് അവർ ക്ലോസ് ചെയ്തു. കാരണം എനിക്ക് തോന്നും ഭയങ്കര ഇതുള്ളതുകൊണ്ടേ, കത്തിയിട്ട് ചാരവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹസാഡിയസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അത് അവർ ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, നടന്ന് കാണാനും പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് നമുക്കിവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വ്യൂ പോയിൻ്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് അത് ആക്സസ് ഇല്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് നിങ്ങൾക്കൊരു വ്യൂ കാണിച്ചു തരാം. നമുക്കിനി വേറെ ഒരു സ്ഥലം പ്ലാൻ ചെയ്യണം. ഇതുണ്ടോ, ഞാൻ ഫ്രണ്ട് ക്യാമറ മാറ്റി ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു ഏരിയ മുഴുവൻ കത്തിപ്പോയതാണ്. നമ്മൾ ന്യൂസിലൊക്കെ ഇത് കണ്ടായിരുന്നു. ബാൻഫ് ഏരിയ അതുപോലെ ഈ ജാസ്പർ ഏരിയ ഒക്കെ കത്തി നശിച്ചെന്നുള്ള ന്യൂസ് നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് നമ്മുടെ അടുത്തുള്ള സംഭവമൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ അത്രയും കാര്യമാക്കിയില്ല. പക്ഷെ നമ്മളിവിടെ വന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ ഈ മരങ്ങളൊക്കെ ആണെങ്കിൽ ഇതുണ്ടോ, കത്തിക്കരിഞ്ഞ് ഉണങ്ങി നിൽക്കുക. ഈ ഒരു ഏരിയ മുഴുവൻ കത്തിപ്പോയി. നമുക്ക് ഏകദേശം അവിടെയൊക്കെ ആയിട്ടായിരുന്നു നമുക്ക് ശരിക്കും പോകേണ്ടത്. നടന്ന് കാണാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഒന്നും കാണാൻ തന്നെ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ടുള്ള എൻട്രി ഇല്ല. ഞാൻ അതിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാം. അവിടെ മൊത്തത്തിൽ ഗവൺമെൻറ്റായിട്ട് തന്നെ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്ത ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് നമുക്ക് പോകണം. പിന്നെ ഇവിടെ കൂടുതലും ഇതുപോലത്തെ സാധനങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. നമുക്കിപ്പോഴത്തെ കാനിയണും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. കണ്ട് മടുക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മടുക്കത്തൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പച്ച ലേക്ക്, മഞ്ഞ ലേക്ക്, നീല ലേക്ക് എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് നമുക്കൊന്നാമത് ഇതൊന്നും കണ്ട് നമ്മൾ ഇത്രയും നാളായിട്ട് കാണാത്ത കുറേ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. എത്ര കണ്ടു കഴിഞ്ഞാലും നമുക്കിനി ഒരു മടുപ്പ് വരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു മടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതല്ലാണ്ട് എല്ലാവർക്കും തന്നെ ഇതിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫാമിലി കേട്ടോ, ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ജോഗ്രഫിക്കൽ സ്പേസിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ജോഗ്രഫിക്കൽ സ്പേസിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രസം എന്തായാലും പറഞ്ഞാലും ഉണ്ടാവുമല്ലോ. നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ഞാൻ ആ സ്ഥലത്തെ കുറിച്ച് ഞാൻ നോക്കിയില്ല. അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ് സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ ഇതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജൂണിൽ 2024 ജൂലൈയിൽ
നടന്ന ഒരു വൈൽഡ് ഫയർ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെയൊക്കെ റീഓപ്പൺ ആയിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ ഞാൻ ഈ ഇത് ഐറ്റിനറിയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ബട്ട് അത് ക്ലോസ്ഡ് ആണെങ്കിൽ ഞാനത് അറിഞ്ഞില്ല. ഇത് ശരിക്കും ഇത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഈ ഏരിയ മൊത്തം ഫുള്ളി ക്ലോസ്ഡ് ആണ്. നമുക്കിനി ഇവിടെ ആക്സസ് ഇല്ല. പിന്നെ ഇതിൻ്റെ റിക്കവറി കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. റിക്കവറി കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാര്യമായിട്ട് പറയുന്നില്ല. റീ ഓപ്പണിങ് എപ്പോഴാണെന്ന് പറയുന്നില്ല. അതുപോലെ ഫുള്ളി എല്ലാം all trails from Cliff Bridge onwards into Canyon are closed. No ice walking tours, no bridge walking cross, nothing. പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഡോണ്ട് കൗണ്ട് ഓൺ Maleknack Canal reopening this summer. It remains closed fence and unstaffing now. The construction timeline has been shared. അപ്പോൾ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തായാലും ഇനി ആക്സസ് ഇല്ല. നമുക്കിനി ഞാൻ നോക്കട്ടെ, ഒരു ഫോൾസ് ഉണ്ട്. അതും ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ്, ഈ കഴിഞ്ഞ വർഷമാണ് ഈ ഒരു വൈൽഡ് ഫയർ നടന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര ആയതല്ലേ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നുമില്ല. കുറേ സ്ഥലം ഇതിനകത്ത് എത്ര ഏക്കർ സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തന്നെ ഐഡിയ ഇല്ല. അത്രയും സ്ഥലമുണ്ട്. പിന്നെ ഇത് ക്ലോസ് ചെയ്തിടുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ഈ മരങ്ങൾ എന്തോരം മരങ്ങളാണെന്നറിയോ. ഈ മരങ്ങളെല്ലാം കത്തി നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മുടെ മേത്ത് വീഴും. അതുപോലെ ചോക്കിംഗ് ഹസാർഡ് വരും. കാരണം ഇവിടെ നല്ല കത്തിയ മണമുണ്ട്. അപ്പോൾ ഈ കത്തിയ മണവും ഈ ചാരത്തിൻ്റെ ഒരു ഇതൊക്കെ വരുമ്പോൾ, ആഷിൻ്റെ ഒരു ഇത് വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഈ ശ്വാസമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ചാരം, പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഹസാഡിയസ് ഒരു പ്ലേസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടും കൂടി, അതുപോലെ ഞാൻ ആലോചിക്കുമായിരുന്നു ഇത്രയും ഏരിയ റിക്കവർ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നടക്കത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എത്ര ഹെക്ടർ സ്ഥലം ഉണ്ടെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാനൊരു 100 കിലോമീറ്റർ ഓടിച്ചപ്പോൾ ആ 100 കിലോമീറ്റർ ഇതുപോലത്തെ സാധനങ്ങളാണ് ഞാൻ കണ്ടത്. അതായത് കത്തിക്കരിഞ്ഞ റോഡുകളും ഇതുപോലെ മരങ്ങളും സ്ഥലങ്ങളുമാണ്. അപ്പോൾ അത്ര ഏരിയ റിക്കവർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവർ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ പിന്നെയും കുറച്ചും കൂടെ ഒക്കെ അവർ മാറ്റുമായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും നമുക്കിനി നോക്കട്ടെ, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മൾ ആ വ്യൂ പോയിന്റ് വേറെ ഒരു ഭാഗമാണിത്. ഇവിടെയൊക്കെ ആണെങ്കിൽ ആ കത്തിക്കരിഞ്ഞു പോയ ഏരിയ ഞാൻ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയൊന്നും അല്ല കേട്ടോ, നമ്മൾ വരുന്ന ആ ഏരിയ മുഴുവൻ സത്യം പറഞ്ഞാൽ ഇതുപോലെ കത്തിക്കരിഞ്ഞു പോയേക്കുവാണ്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലാണ്. കാരണം നമുക്ക് ഇത്ര ഏരിയ കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലൊക്കെ അപ്പുറമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന അവിടെ കണ്ടോ, അവിടെ ഒരു വാട്ടർ പാസേജ് നമുക്ക് കാണാം. വാട്ടർ പാസേജ് ഉണ്ട്. അത് ഇങ്ങനെ വെള്ളം ഇതിലേ വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന, ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റുന്ന അത്ര കവർ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ഗവൺമെൻറ്റായിട്ട് തന്നെ അത് ഏരിയ റെസ്ട്രിക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പിന്നെ അങ്ങോട്ട് കയറാനോ പരിപാടികളൊന്നും നമ്മൾ നോക്കുന്നത് ശരിയല്ല. പിന്നെ ഇത്രയും ഡേഞ്ചറസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കത്തിക്കരിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല. നമുക്ക് കുഴപ്പമില്ല. നമുക്കിനി എന്തായാലും ഇവിടുന്ന് പോയി നമുക്ക് വേറെ ഒരു വ്യൂ ഉള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഏരിയയിലേക്ക് നമുക്ക് പോവാം. നമുക്കിനി എവിടെയാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മളെന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടുന്ന് ഒരു ഫോൾസ് ഉണ്ട്. അത് ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഫോൾസ് അല്ലെങ്കിൽ വേറെ 2-3 സ്ഥലങ്ങൾ ഞാൻ എൻ്റെ ലിസ്റ്റിലുള്ളതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഐറ്റിനറിയിലുള്ളതുണ്ട്. അപ്പം ഞാൻ മാക്സിമം നോക്കട്ടെ. ഞാൻ എന്തായാലും എത്തിയിട്ട് ഇനി അടുത്ത സ്പോട്ട് എത്തിയിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ അവിടുന്ന് നമ്മൾ നേരത്തെ ആ പോയ സ്ഥലത്തു നിന്ന് നമ്മളിപ്പോൾ സുനർത്ത ഫോൾസ് എന്ന് പറഞ്ഞൊരു ഫോൾസിലേക്ക് വന്നേക്കാണ്. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിവിടെ ആക്സസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ജാസ്പറിന് ലേക്ക് ലൂയിസ് ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ജാസ്പറിന് ഒരു 60 കിലോമീറ്റർ
ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സുൻവത്ത ഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. നമുക്ക് മേളിൽ പാർക്കിംഗ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇതേപോലെ 2-3 വ്യൂയിങ് പോയിന്റ്സ് ഉണ്ട്. ചെറിയൊരു ബ്രിഡ്ജാണ്. നമുക്ക് എന്തായാലും താഴോട്ട് പോയി നോക്കാം. നമുക്ക് മേളിൽ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, വ്യൂയിങ് ഡെക്ക് വരുന്നുണ്ട്. നമുക്ക് താഴോട്ട് എന്തായാലും പോയി നോക്കാം. ഇവിടെ എല്ലാം ഇതേപോലെ അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഫോൾസിന്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. മേളിൽ പോയി കഴിഞ്ഞിട്ടുണ്ട്, അവിടെയും വ്യൂയിങ് ഡെക്ക് ഉണ്ട്. ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു പാസ് പോലെയാണ്. നമുക്ക് രണ്ട് കല്ലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വാട്ടർ ഫോൾസ് ഇങ്ങനെ ആ ഒരു ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇനി കുറച്ചും കൂടെ താഴോട്ട് പോയി നോക്കാം. നമുക്കിതിലെ വഴിയുണ്ട്. നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂയിങ് ഡെക്ക്, പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഫോറസ്റ്റ് ഫയറിന്റെ ഒരു ചെറിയ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ ആക്സസ് ഉണ്ട്. അവിടെ വാർണിംഗ് സൈൻസ് വെച്ചിട്ടുണ്ട്. ഡേഞ്ചറസ് കണ്ടീഷൻ, കീപ് സേഫ്, ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു വ്യൂയിങ് ഒരു സൈൻ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി താഴോട്ട് പോയി നോക്കാം. താഴോട്ട് വരുമ്പോ ഇങ്ങനൊരു വ്യൂ ആണ് കിട്ടുന്നത്. ആ മലേന്റെ അടിഭാഗവും വെള്ളം ഫോം ചെയ്ത് താഴെ ഇങ്ങനെ വരുന്ന ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ആ ഒരു സൈഡൊക്കെ നമുക്ക് റെയിൽസ് ഉണ്ട്. റെയിൽസിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും റെയിൽസ് ഉണ്ട്. ഓരോ ഭാഗത്ത് ഓരോ വ്യൂസ് ആണ് ഓരോ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ പാസ്. ഇതിന്റെ ഇടയിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. നമുക്ക് അവിടെ മേളിൽ നമുക്ക് കാണാൻ പറ്റും എന്ത് ഫോഴ്സിലാണ് വെള്ളം വീഴുന്നത് നമുക്ക് ഇവിടുത്തെ കാണാൻ പറ്റും. നമുക്ക് ഇനി എന്തായാലും മേളിലേക്ക് കയറാം. നടക്കാൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്കൊരു വഴിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ചെറുതായിട്ട് സ്ലിപ്പറിയാണ്. ആൾക്കാരൊക്കെ നടന്ന് റോഡൊക്കെ ഇച്ചിരി സ്ലിപ്പറിയാണ്. അതല്ലാണ്ട് വേറെ നടക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തായാലും മേളിൽ ആ ബ്രിഡ്ജിന്റെ മേളിലൂടെ ഒന്ന് നടന്നിട്ട് വരാം. അവിടുത്തെ വ്യൂ എന്താന്ന് നമുക്ക് നോക്കാം. നല്ല വെയിലുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചൊന്ന് നടക്കാം. നമ്മുടെ റൈറ്റ് സൈഡില് ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് വരുന്നുണ്ട്. 2 പാസ് അതിന്റെ നടുക്കൂടിയാണ് ഈ വെള്ളം പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതുപോലെ ബ്രിഡ്ജിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോ ഈ ഒരു ഫോൾസിന്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഒരു ലേക്ക്, നടുക്കത്തെ ഒരു ഐലൻഡ് പോലെയുള്ള സ്ഥലം, അവിടെ ആ ലേക്ക് രണ്ടായിട്ട് വന്ന് പിന്നെ ഇതിലെ ഫോൾസ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അതുപോലെ മേളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു മലയും പിന്നെ ആ താഴോട്ട് വരുമ്പോൾ മരങ്ങളൊക്കെ ആയിട്ട് വല്ലാത്തൊരു ഭംഗിയാണ് ഇവിടെ നമുക്ക് ഇത് കാണുമ്പോൾ കിട്ടുന്നത്. ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് പോയി നോക്കാം എന്തായാലും. അതുപോലെ ആ ബ്രിഡ്ജിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ഇത് കണ്ടോ, നിങ്ങൾക്ക് എന്ത് ഇന്റൻസ് ആയിട്ടാണ് വെള്ളം വന്ന് വീഴുന്നതെന്ന് നമുക്ക് ഇവിടുന്ന് കണ്ടു കഴിയുമ്പോൾ അതിന്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലാവും. മേളിലൂടെ ആൾക്കാർ പോകുന്നത് കാണാം. നമുക്ക് ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് പോയി നോക്കാം. ഇതുപോലത്തെ കല്ലുകളാണ്. കല്ലുകളും
പിന്നെ മരത്തിന്റെ വേരൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറുതായിട്ട് തെന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആൾക്കാര് ഒരുപാട് നടന്ന് അതിന്റെ ഒരു ഇതുണ്ട്, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇനി മുമ്പോട്ട് കുറച്ചും കൂടെ പോയി നോക്കാം. റെയിൽസ് ഉണ്ട്. പൊതുവെ നമ്മൾ കാനഡയില് എത്ര ഡേഞ്ചറസ് സ്ഥലമാണ്, റെയിൽസ് ഒക്കെ കിട്ടുന്നത് കുറച്ച് കുറവാണ്. അപ്പോ ഇവിടെ എന്തായാലും റെയിൽസ് ഉണ്ട്. നല്ല ഡീപ്പാണ്. ഇവിടുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഡീപ്പാന്ന്. നല്ല ഡീപ്പാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ആ വെള്ളത്തിന്റെ ഒരു ഇതുണ്ട്. ഓരോ ഭാഗത്ത് നമ്മൾ പോകുമ്പോൾ ഓരോ ടോണിലാണ് വെള്ളം. ഇവിടെ ആകുമ്പോൾ നമുക്കൊരു ഇളം ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂയിഷ് ടിന്റ് ആ ഒരു ഇതിലാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഞാൻ നേരത്തെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഗ്രീനിഷ് ടിന്റ് ആയിരുന്നു, പക്ക ഒരു ഗ്രീൻ, ഒരു പച്ച എന്ന് പറഞ്ഞാൽ വെറും പച്ച ആ കളറിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മള് എവിടെയാ ലേക്ക് ലൂയിസ് ഒക്കെ പോയപ്പോ നല്ല ബ്ലൂ ആയി. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ രീതിയിലാണ് വെള്ളത്തിന്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ഇതിലേക്കാണെങ്കിൽ നമുക്ക് വഴികളുണ്ട് ഒരുപാട്, അങ്ങോട്ട് മേളിലോട്ട് പോകാനും സൈഡിലൂടെ പോകാനൊക്കെ. അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം അവിടെ ഒന്നും ഒന്നാ റെയിൽസ് ഇല്ല. പിന്നെ അവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത് അവിടെ നിന്നൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആണ്. നമ്മൾ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, മേളിലോട്ടും നമ്മൾ പോകുന്നില്ല. നമ്മൾ നോക്കട്ടെ, നമുക്ക് തിരിച്ചു പോവാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ അവർ പട്ടികളെ കൊണ്ടും അല്ലാണ്ട് ട്രക്കിങ്ങിനൊക്കെ ആയിട്ടും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. അവര് ഓരോരുത്തർ ഇങ്ങനെ പട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നടന്ന് മേളിലോട്ടൊക്കെ പോകുന്ന കാണാം. നമ്മൾ അധികം മേളിലോട്ട് പോകുന്നില്ല. അധികം സേഫ്റ്റി അത്രത്തോളം അങ്ങോട്ടില്ല. കാരണം മേളില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ അവിടെ റെയിൽസ് ഒക്കെ കുറവാണ്. അപ്പൊ അവിടെ നമ്മള് പോകുന്നില്ല. ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടും പോവാം. ഇങ്ങനെ വഴികളുണ്ട് താഴോട്ട് പോകാനൊക്കെ ആയിട്ട്. ഇതുണ്ടോ, ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ സൈഡിലൊക്കെ എത്താൻ പറ്റും. നമ്മൾ അത്ര അഡ്വഞ്ചറസ് ആവുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ സേഫ്റ്റി സൈഡും കൂടെ നോക്കിയിട്ടേ ഇതിലേക്ക് നടക്കുന്നുള്ളൂ. നമുക്ക് ഇതുണ്ടോ, ആൾക്കാരൊക്കെ താഴെ പോയി അവിടെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന നമുക്ക് കാണാം. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. റെയിൽസ് ഒന്നുമില്ല, കാരണം അവിടെ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും എന്തായാലും ഞാൻ പോകുന്നില്ല. നമുക്ക് എന്തായാലും തിരിച്ച് ആ പാലത്തിന്റെ അവിടെ പോയിട്ട് 2-3 നല്ല കിടുക്കൻ ഫോട്ടോസ് എടുക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോട്ടോസ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഇനി ഈ പാലത്തിന്റെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് മേളിലേക്ക് പോവാം. മേളില് ഞാൻ നേരത്തെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഇതിലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ നിന്ന് അത് എൻജോയ് ചെയ്യുന്ന നമുക്ക് കാണാം. ഇനി എന്തായാലും മേളിലേക്ക് പോവാം. കണ്ടോ, നമ്മൾ വന്ന വഴി ഇതാണ്. നമ്മൾ വന്ന വഴി ഇത്. പിന്നെ നമ്മൾ താഴോട്ട് പോയി നമുക്ക് മേളിലേക്ക് പോവാം. ബിഗ് ബെൻഡ്, ഫാൾ വ്യൂ പോയിന്റിലൊക്കെയാണ് നമ്മൾ നേരത്തെ പോയത്. നമുക്ക് ഇതിലെ മേളിലേക്ക് പോവാം. എന്തായാലും ചെറിയൊരു ടാറിങ് റോഡ് പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മേളിലെത്തും. എന്ത് ഭംഗിയല്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ലേക്ക് ലൂയിസിന്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്. കയറി കണ്ട അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾ ട്രാവൽ ചെയ്യുക. പിന്നെ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനത്തെ ഒരു കിടുക്കം വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് ഇവിടുന്ന് നമുക്കിത് കാണാൻ. വേറെ തന്നെ ഒരു അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. ഇവിടെ നമുക്ക് റെയിൽസ് ഉണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കണം. ഇവിടുന്ന് ആ ഒരു 2 കല്ലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്ന കാണാൻ എന്ത് ഭംഗിയാ.
ഇതിലേക്ക് ഇങ്ങനെ പോവാം. നമുക്ക് എന്തായാലും വാഷ്റൂംസിന്റെയും സ്വന്നപ്ത ഫോൾസ്, എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് എന്തായാലും ഇതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. സൺവപ്ത അല്ലെ സുൻവപ്ത വാട്ടർഫോൾസ്. ഇനി എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം. ആൾക്കാരൊക്കെ ഈ ട്രെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ, നമ്മുടെ അമേരിക്കൻ വ്ളോഗ്സിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ ഓരോ സ്ഥലത്തും ഇതുപോലെ ട്രെയിൽസ് ആണ് നമുക്ക് കൂടുതലുള്ളത്. ട്രെയിൽസ് നടന്ന് കണ്ട് അതിന്റെ എൻഡിലൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് വ്യൂ പോയിന്റ് വരിക. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ മല കയറിയ കിട്ടിയ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അത് കിടുക്കനായിരുന്നു. അതുപോലെ നമുക്ക് ഒരുപാട് ട്രെയിൽസ് ആണ് നമ്മൾ നടന്ന് കാണുക, അതാണ് അതിന്റെ ഒരു സുഖം കിട്ടുന്നത്. ഇപ്പൊ ഇവിടുന്നൊക്കെ കിട്ടുന്ന ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, എനിക്കറിയില്ല നിങ്ങൾക്കിത് കാണുമ്പോൾ എങ്ങനെ ഇത് തോന്നുന്നുണ്ടെന്ന്, പക്ഷെ അത്രത്തോളം ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. നോക്ക്, നമ്മൾ നേരത്തെ വന്ന ആ സ്ഥലം, ആ ബ്രിഡ്ജൊക്കെ നോക്ക്, എന്ത് അടിപൊളിയായി ഇവിടുന്ന് കാണുമ്പോ. വേറെ തന്നെ ഒരു ഭംഗിയാണ് അതിനൊക്കെ. നമുക്ക് എന്തായാലും താഴോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഈ റെയിൽസിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാ. എന്റെ മോനെ, എന്ത് കിടുക്കം വ്യൂ ആണ്. ഓ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഇവിടുന്നൊക്കെ കിട്ടുന്നത്. അങ്ങനെ കിടുക്കം ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ ഇത്. അടിപൊളി സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ഇവിടെയാണ് നമുക്ക് ഇതിന്റെ ഒരു എൻഡ് വരുന്നത്. റെയിൽസ് നമുക്ക് ഇവിടം കൊണ്ട് തീരും. അപ്പോ പിന്നെ നമുക്ക് ഇതിന്റെ റെയിൽസ് വരുന്നില്ല. നമ്മൾ റെയിൽസ് ഉള്ള ആ ഭാഗങ്ങളിലൂടെ പോകുന്നത് കണ്ടോ. നമ്മൾ നേരത്തെ നിന്നത് ആ സ്ഥലമാണ്, അവിടം വരെ റെയിൽസ് ഉള്ളു. പിന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കാം, പക്ഷെ റെയിൽസ് ഇല്ല. പക്ഷെ അത് അത്ര സേഫ്റ്റി നമുക്ക് നോക്കുമ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത്. അപ്പൊ നമ്മൾ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. നമ്മളിപ്പോൾ ഉള്ളത് പിരമിഡ് ബീച്ചിലാണ്. പിരമിഡ് ബീച്ച് അത്യാവശ്യം ഇവിടെ ആൾക്കാരൊക്കെ വന്ന് റെസ്റ്റ് ചെയ്ത് സൺബാത്തൊക്കെ ചെയ്തു പോകുന്നൊരു സ്ഥലമാണ്. നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് മാറിയിട്ട് നമുക്കിനി വേറൊരു ലൊക്കേഷൻ, ഇതിൻ്റെ തന്നെ പിരമിഡ് ബീച്ചിൽ തന്നെ ഒരു സെക്കൻഡ് പാർക്കിംഗ് സ്പോട്ടിൽ പോകാം. കാരണം ഇവിടെ കൂടുതൽ ആൾക്കാരും സൺബാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു പാർക്കിങ്ങിലേക്ക് പോവാം. നമ്മുടെ ഇവിടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് പാർക്കിംഗ് പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളവിടെ ആദ്യം നിൽക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് 3 or 4 പാർക്കിംഗ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ കുറച്ചും കൂടെ ആൾക്കാർ സൺബാത്ത് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കാരണം കുറച്ച് മണലും അങ്ങനത്തെ ഒരു ബീച്ച് സെറ്റപ്പാണ്. നമുക്ക് നമുക്ക് 2ാമത്തേലോ 3ാമത്തേലൊക്കെ ഒന്ന് പോയി നോക്കാം. എന്തായാലും നമ്മൾ പിരമിഡ് ലേക്കിൻ്റെ വേറൊരു പാർക്കിംഗ് സ്പോട്ടിലേക്ക് വന്നതാണ്. നമുക്ക് ഈ ഒരു മലേൻ്റെ ഒക്കെ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ലേക്കിനെ പിരമിഡ് ലേക്ക് എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു പിരമിഡ് ലൈക്ക് സ്ട്രക്ചറാണ് മൊത്തത്തിൽ. ഇവിടെ നമുക്ക് ബോട്ടിങ് വരുന്നുണ്ട്, കയാക്കിങ് പരിപാടികൾ, ബോട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇതുണ്ടോ, അവിടെ നിന്ന് നിങ്ങൾക്ക് ബോട്ട് റെൻ്റൽസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റി പോകാൻ പറ്റും. മണലാണ് നമുക്ക് ബീച്ച് ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. കടലല്ല, നല്ല അടിപൊളി ഒരു വ്യൂ. അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷെ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അവിടെ അവരുടേതായ പരിപാടികളും ആയിട്ടിങ്ങനെ നടക്കുന്നു. അപ്പോൾ നമുക്കിനി എന്തായാലും ഇവിടുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം.